ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും കാന്താരി കിങ്ങിണി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചീര മാറ്റി നടാൻ പോവുക. ഇത് ഞാനും അമ്മയും കൂടി ഒരാഴ്ചത്തേക്ക് മുന്നേ കരിയിലയും പച്ചിലയും മണ്ണും ചാണകവും ചാരവും ഒക്കെ ഇട്ട് സെറ്റാക്കി വെച്ചിരുന്ന മണ്ണ. ഈ മണ്ണിൽ ഒരാഴ്ചയ്ക്ക് മുമ്പേ തന്നെ ബിവേറിയൊക്കെ ചേർത്ത് ശരിയാക്കി വെച്ച മണ്ണിലേക്ക് ഉണങ്ങിയ ചാണകപ്പൊടിയാണ് ചേർക്കുന്നത്. അതിനുശേഷം സിഡോമോണാസിന്റെ പൗഡർ മണ്ണിലേക്ക് ഇട്ട് നന്നായിട്ട് മണ്ണ് മിക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. മണ്ണിൽ സിഡോമോണാസ് ഇട്ട് കഴിഞ്ഞാൽ തന്നെ ഒരുവിധപ്പെട്ട കുമിൾ രോഗങ്ങളൊന്നും തന്നെ ചീരയിൽ എപ്പോഴും ബാധിക്കുന്നതാണ് ഇലപ്പുള്ളി രോഗം. ഈ ഇലപ്പുള്ളി രോഗത്തിൽ നിന്നൊക്കെ നമുക്ക് ഒരു പരിധി വരെ ചീരച്ചെടികളെ സംരക്ഷിക്കാൻ പറ്റും. ഞങ്ങളപ്പോൾ ഇത് കുറച്ചു നേരം മുന്നേ ഏകദേശം ഒരു മണിക്കൂറോളം ആവും ഈ ചീരയുടെ പാകമായ തൈകളെ പിഴുതിട്ട് സിഡോമോണാസിൻ്റെ സൊല്യൂഷനിൽ, അതായത് ഒരു പേസ്റ്റിനേക്കാളും ലൂസായിട്ടുള്ള ഒരു പരുവത്തിലാണ് നമ്മളിതിനെ സിഡോമോണാസിൽ മുക്കി വെച്ചിരുന്നു. അതിനുശേഷം നമ്മൾ തയ്യാറാക്കിയ മണ്ണിലേക്ക് ഇത് ഓരോന്നായിട്ട് കിങ്ങിണി നട്ടു കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. നമ്മൾ നടുമ്പോഴത്തേക്കും പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കാനുള്ളത് ഏകദേശം കുറച്ച് ഡിസ്റ്റൻസ് വിട്ടിട്ട് വേണം നടാനായിട്ട്. നമുക്ക് സ്ഥലപരിമിതി ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് ഉള്ള സ്ഥലത്തൊക്കെ ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് നടുന്നുണ്ട്. പിന്നെ ശ്രദ്ധിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു കാരണവശാലും ചീരത്തൈകൾ ഇളക്കി നടുമ്പോൾ അത് രാവിലെ നടാനായിട്ട് പാടില്ല. എപ്പോഴും അത് വൈകുന്നേരം വെയിലൊക്കെ തണുത്തതിന് ശേഷം നടുന്നതാണ് ചെടിക്ക് എപ്പോഴും നല്ലത്. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് വാടിപ്പോകാനായിട്ട് സാധ്യതയുണ്ട്. ഈ ചീരത്തൈകൾ നടുന്നതിന് മുമ്പ് തന്നെ നന്നായിട്ട് ആ മണ്ണ് ഞങ്ങൾ നനച്ചിട്ടാണ് തൈകൾ നട്ടു കൊടുക്കുന്നത്. നന്നായിട്ട് ഉറപ്പിച്ച് ചീരത്തൈകൾ നട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ബാലൻസ് ഉണ്ടായിരുന്ന ആ സിഡോമോണാസ് കൂടെ ചെടികളിൽ തളിച്ചു കൊടുക്കാവുന്നതാണ്. പിന്നീട് ഇതിൽ നന്നായിട്ട് വെള്ളം കുടഞ്ഞ് ഈ ചെടിയെ നമുക്ക് അങ്ങനെ വിട്ടേക്കാം. പിന്നീട് നമ്മൾ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും ചീര നന്നായിട്ട് നനച്ചു കൊടുക്കണം. ചീരച്ചെടികൾ നനയ്ക്കുമ്പോൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ചീരച്ചെടികളിൽ നിന്ന് വെള്ളം ചെളി അടിഭാഗത്തുള്ള ചെളി ഉണ്ടല്ലോ, അത് തെറിച്ച് ഈ ചീരയുടെ ഇലകളിലോട്ട് വീഴാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം അങ്ങനെ വരുമ്പോഴാണ് പെട്ടെന്ന് ഇതിന് രോഗകീടബാധകളൊക്കെ ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ഇത് നട്ടുപിടിപ്പിച്ച് വലുതാക്കി എടുക്കാൻ പറ്റുന്ന ഒരു വേനൽക്കാല വിളയാണിത്. അപ്പോൾ നമ്മൾ ചീരത്തൈകളെല്ലാം നട്ട് കഴിഞ്ഞു. നമുക്കൊരു 15 ദിവസം മുതൽ 30 ദിവസം കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ എല്ലാം വിളവെടുക്കാം. നമ്മൾ നേരത്തെ വീഡിയോകളിൽ കാണിച്ചായിരുന്നു ചീര വിളവെടുത്തത്. ഇപ്പോൾ അതെല്ലാം തീർന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിന് മുന്നേ ആയിട്ട് ചീരകൾ നട്ടുപിടിപ്പിക്കുകയാണ് ചെയ്യുന്നത്, നമുക്ക് ആവശ്യത്തിന് കുറവ് വരാതെ കിട്ടാനായിട്ട്. അപ്പോൾ ഈ ചീര വലുതാകുന്നതും വിളവെടുക്കുന്നതും വരെയുള്ള വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ ആൻഡ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്, ഷെയർ. ബൈ.